ഹലോ, വെൽക്കം ടു മാക്സിയോൺ. HSSTയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇന്ന് ഓൾജിബ്ര റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അതിനകത്ത് നമുക്ക് ലീനിയർ ഓൾജിബ്രയും ഗ്രൂപ്പ് തിയറിയും റിംഗ് തിയറിയും അടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പായിട്ട് മാക്സിയോൺ പ്രൊവൈഡ് ചെയ്യുന്ന HSST മാത്സ് ടെസ്റ്റ് സീരീസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. മാർച്ച് 25-നാണ് നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക, നമ്മുടെ എക്സാം സീരീസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. 30 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഫുൾ ലെങ്ത് ആയിട്ടുള്ള 3 മോക്ക് ടെസ്റ്റുകളും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് സീരീസിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ ഈ ഒരു നമ്പറിലോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മുടെ സൈറ്റിലോ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസുകൾ ഞാൻ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: G be a group of order 6 and H be a proper subgroup of G such that order of H not belongs to 2, 6. അങ്ങനെയാണെങ്കിൽ ഈ തന്നിട്ടുള്ളതിൽ എച്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാണ് ട്രൂ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഗ്രൂപ്പിന്റെ ഓർഡർ തന്നിട്ടുണ്ട്. ഗ്രൂപ്പിന്റെ ഓർഡർ 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എച്ച് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ സബ് ഗ്രൂപ്പ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ജിയുടെ ഒരു പ്രോപ്പർ സബ് ഗ്രൂപ്പ് ആയിട്ടാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്, എച്ച് നമുക്ക് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, എച്ച് എന്ന് പറയുന്നത് എന്താവാൻ പാടില്ല, അതായത് എച്ചിന്റെ ഓർഡർ നമുക്ക് 2 ആവാൻ പാടില്ല. അതേപോലെ തന്നെ എച്ചിന്റെ ഓർഡർ നമുക്ക് 6 ആവാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഓർഡർ ഓഫ് എച്ചിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുക? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഓർഡർ ഓഫ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്തായിരിക്കും, എപ്പോഴും ഒരു സബ് ഗ്രൂപ്പിന്റെ ഓർഡർ ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും, അല്ലെ? ലഗ്രാഞ്ചേസ് തിയറം പ്രകാരം ഓർഡർ ഓഫ് എ സബ് ഗ്രൂപ്പ് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓർഡർ ഓഫ് എച്ച് എന്ത് ചെയ്യുന്നുണ്ടാവും, ഓർഡർ ഓഫ് ജിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഓർഡർ ഓഫ് എച്ച് ഓർഡർ ഓഫ് ജിനെ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്തായിരിക്കും വരുന്നുണ്ടാവുക, ഓർഡർ ഓഫ് എച്ചിന്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് 6ന്റെ ഫാക്ടേഴ്സ് ആയിട്ട്, അതായത് ഓർഡർ ഓഫ് എച്ച് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി ആകുമ്പോൾ 6നെ ഡിവൈഡ് ചെയ്യുന്ന എലമെന്റ്സുകളായിരിക്കണം. അപ്പോൾ 1, 2, 3, 6 ഇത്രയും പോസിബിലിറ്റിയാണ് നമുക്കുള്ളത്. ഓൾറെഡി എന്ത് പറഞ്ഞിട്ടുണ്ട്, ഓർഡർ ഓഫ് എച്ച് 6ഉം അല്ല 2ഉം അല്ല. അപ്പം നമുക്ക് പിന്നെയുള്ള ഓപ്ഷൻ എന്താണ്, ഓർഡർ ഓഫ് എച്ച് 1ഉം 3ഉമാണ് നമ്മുടെ കയ്യിലുള്ള ഓപ്ഷൻ. പിന്നീട് നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്, എച്ച് ഒരു പ്രോപ്പർ സബ് ഗ്രൂപ്പ് ആണ്. അപ്പം അതുകൊണ്ട് ഓർഡർ ഓഫ് എച്ച് എന്തും ആയിരിക്കില്ല, 1ഉം ആയിരിക്കില്ല. അപ്പം ഓർഡർ ഓഫ് എച്ചിന്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, 3 ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ എച്ചിന്റെ ഓർഡർ 3 ആണ്. ഓപ്ഷൻ എ നമുക്ക് ട്രൂ ആയിരിക്കും നമുക്ക് പറയാം. ഇനി നമുക്ക് ഇൻഡെക്സും കൂടെ നമുക്ക് നോക്കാം. ഓർഡർ ഓഫ് എച്ച് 3 ആണെങ്കിൽ ഇൻഡെക്സ് ഓഫ് എച്ച് ഇൻ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്തായിരിക്കും, ഓർഡർ ഓഫ് ജി ബൈ ഓർഡർ ഓഫ് എച്ച് ആയിരിക്കും. ഓർഡർ ഓഫ് ജി എന്ന് പറയുന്നത് 6ഉം ഓർഡർ ഓഫ് എച്ച് 3ഉം ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 ആയിരിക്കും ഇൻഡെക്സ് വരുന്നുണ്ടാവുക. സോ ഈ തന്നിട്ടുള്ളതിൽ ഇൻഡെക്സ് 3ഉം 4ഉം ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എച്ച് കെ ബി 2 സബ് ഗ്രൂപ്പ്സ് ഓഫ് എ ഫൈനൈറ്റ് ഗ്രൂപ്പ് ജി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ട്രൂ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഈ തന്നിട്ടുള്ളതിൽ നമുക്ക് 4 സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എച്ച് കെ ഈസ് ഓൾവേസ് എ സബ് ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 സബ് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ 2 പ്രൊഡക്റ്റ് ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കുമോ എന്നുള്ളത്. നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് എ സബ് ഗ്രൂപ്പ് നമുക്ക് എപ്പോഴും സബ് ഗ്രൂപ്പ് ആവണം എന്ന് നമുക്ക് നിർബന്ധമില്ല, അല്ലേ? എച്ച് കെ ഈസ് നോട്ട് ഓൾവേസ് എ സബ് ഗ്രൂപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് പ്രൊഡക്റ്റ് ഒരു സബ് ഗ്രൂപ്പ് ആയിട്ട് മാറുന്നുണ്ടാവുക, ഏതെങ്കിലും ഒന്ന് നോർമൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, എച്ച് കെ ഒരു സബ് ഗ്രൂപ്പ് ആയിട്ട് മാറുന്നുണ്ടാവും. ഇപ്പോൾ ഇഫ് എച്ച് ഈസ് നോർമൽ ആൻഡ് കെ ഈസ് നോർമൽ എന്ന് നോട്ട് നോർമൽ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒന്ന്, അതായത് പ്രൊഡക്റ്റ് ഓഫ് എ സബ് ഗ്രൂപ്പ് നമുക്ക് നോർമൽ ആയാൽ, അതായത് എച്ചിലും കെയിലും ഏതെങ്കിലും ഒന്ന് നോർമൽ ആയാലാണ് നമുക്ക് എന്ത് പറയാനാവുന്നുണ്ടാവുക, എച്ച് കെ നമുക്കൊരു നോർമൽ സബ് ഗ്രൂപ്പ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവാം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എച്ച് കെനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരുന്ന എന്തായിരിക്കും, നമുക്ക് എച്ചും കെയിലും നോക്കുമ്പോൾ എച്ച് നോർമൽ സബ് ഗ്രൂപ്പ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എച്ച് എന്തായിരിക്കും, ഒരു സബ് ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവും. സോ ഇത് നമുക്കൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ എച്ച് കെ നീഡ് നോട്ട് ബി എ സബ് ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എച്ച് കെ നീഡ് നോട്ട് ബി എ സബ് ഗ്രൂപ്പ് ആണ്. സോറി, ഇവിടെ നമുക്ക് തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ളത് എച്ച് ഈസ് നോർമൽ ആൻഡ് കെ ഈസ് നോട്ട് നോർമൽ സബ് ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എച്ച് കെ നോർമലും കെ നോട്ട് നോർമലും ആയാൽ മാത്രമേ എച്ച് കെ സബ് ഗ്രൂപ്പ് ആവുന്ന പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് ഫോൾസ് ആണ് കേട്ടോ. അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എച്ചും കെയിലും ഏതെങ്കിലും ഒന്ന് നോർമൽ ആയാൽ മതി. ഒന്ന് നോർമലും മറ്റൊന്ന് നോട്ട് നോർമലും ആവണമെന്ന് നിർബന്ധമില്ല. ഇവിടെ നമുക്ക് ദെൻ ഓൺലി എന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ മാത്രമേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടും നോർമൽ ആണെങ്കിലും എച്ച് കെ സബ് ഗ്രൂപ്പ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്താണ്, സബ് ഗ്രൂപ്പ് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് നോർമൽ ആയാലും നമുക്ക് സബ് ഗ്രൂപ്പ് ആയിട്ട് വരുന്നുണ്ടാവും. സോ ഓപ്ഷൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്.
മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എച്ച് കെ നീഡ് നോട്ട് ബി എ സബ് ഗ്രൂപ്പ് ഓഫ് ജി, അത് നമുക്ക് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. എച്ച് കെ നമുക്ക് എപ്പോഴും ഒരു സബ് ഗ്രൂപ്പ് ആവണമെന്ന് നിർബന്ധമില്ല. ഇനി എച്ച് കെ ഇസ് എ സബ് ഗ്രൂപ്പ് ഇഫ് എച്ച് ഈസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി. എച്ച് നോർമൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എച്ച് കെ ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും എന്ന് പറയാം. സോ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ട്രൂ ആയിരിക്കും. അപ്പോൾ 3ഉം 4ഉം ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് ട്രൂ ആയിട്ട് വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If F is a group homomorphism from Z plus to Q minus 0 multiplication such that f of 2 വാല്യൂ തന്നിട്ടുണ്ട് 1/3 ആണെന്നും ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് f of -8 ആണ്. ഇപ്പം ഹോമോമോർഫിസം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എഫ് എന്ന് പറയുന്നത് ഇസഡ് പ്ലസിൽ നിന്നും എങ്ങോട്ടാണ്, ക്യൂ സ്റ്റാർ അല്ലെ, Q minus 0 എന്ന് പറഞ്ഞാൽ ക്യൂ സ്റ്റാർ അണ്ടർ മൾട്ടിപ്ലിക്കേഷനിലോട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഹോമോമോർഫിസത്തിന്റെ പ്രത്യേകത എന്താണ്, ഐഡന്റിറ്റിയിലോട്ടായിരിക്കും മാപ്പ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് ഐഡന്റിറ്റി എന്ന് പറയുന്നത് 0 ആണ്, ക്യൂ സ്റ്റാറിനകത്ത് ഐഡന്റിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, എഫ് ഓഫ് 0 എങ്ങോട്ടായിരിക്കും മാപ്പ് ചെയ്യുന്നുണ്ടാവുക, 1 മാപ്പ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എഫ് ഓഫ് 0നെ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഓഫ് 2 എന്ന് എഴുതാം. അതെന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഹോമോമോർഫിസത്തിന്റെ പ്രോപ്പർട്ടി പ്രകാരം ഇവിടെ നമുക്ക് വരുന്ന ഹോമോമോർഫിസം എന്താണ്, ഒന്നിൽ നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാനായിട്ട് പറ്റുന്നുണ്ടാവുക, എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ എന്നായിരിക്കും പറയാനായിട്ട് പറ്റുക അല്ലേ. ആദ്യത്തെ ഗ്രൂപ്പിന്റെ ഹോമോമോർഫിസത്തിന്റെ പ്രോപ്പർട്ടിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ ഗ്രൂപ്പിനകത്ത് നമുക്ക് വരുന്ന ഓപ്പറേഷൻ അഡീഷനും രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷനും ആണ്. അപ്പോൾ എഫ് ഓഫ് 2x പ്ലസ് വൈനെ നമുക്ക് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ എന്ന് എഴുതാം. അപ്പോൾ എഫ് ഓഫ് 2 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എഫ് ഓഫ് 2 ഇൻറ്റു എഫ് ഓഫ് -2 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവും അല്ലേ. എഫ് ഓഫ് 2 ഇൻറ്റു എഫ് ഓഫ് -2 എന്ന് എഴുതാം, അത് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ അതിൽ നിന്നും എഫ് ഓഫ് 2യുടെ വാല്യൂ നമുക്കറിയാം. എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്, 1/3 ആണ് അല്ലേ. എഫ് ഓഫ് 2 ഈക്വൽ ടു 1/3 ആണ്. സോ 1/3 ഇൻറ്റു എഫ് ഓഫ് -2 ഈക്വൽ ടു 1 എന്നും അതിൽ നിന്നും നമുക്ക് എഫ് ഓഫ് -2 എന്നുള്ളത് നമുക്ക് 3 എന്നും കിട്ടുന്നുണ്ടാവും. അപ്പോൾ എഫ് ഓഫ് 2യുടെ വാല്യൂ 1/3 ആണ്, എഫ് ഓഫ് -2യുടെ വാല്യൂ 3യുമാണെന്ന് നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ എഫ് ഓഫ് -8 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും, എഫ് ഓഫ് -2 അല്ലെ, എഫ് ഓഫ് -2 പ്ലസ് -2 പ്ലസ് -2 എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഹോമോമോർഫിസത്തിന്റെ പ്രോപ്പർട്ടി പ്രകാരം നമുക്കത് എന്ത് വരുന്നുണ്ടാവും, ടോട്ടൽ നമുക്ക് 4 -2കളായിരിക്കും നമുക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ ഹോമോമോർഫിസത്തിന്റെ പ്രോപ്പർട്ടി പ്രകാരം എഫ് ഓഫ് -2 ഇൻറ്റു എഫ് ഓഫ് -2 ഇൻറ്റു എഫ് ഓഫ് -2 ഇൻറ്റു എഫ് ഓഫ് -2 എന്നായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് -2 3 ആണ്. സോ 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ദാറ്റ് ഈസ് 3/4. 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 81 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അല്ലെങ്കിൽ ആർ ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ട്രൂ ആയിട്ടുള്ളതാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓൾ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 4 ആർ അബീലിയൻ. നമുക്ക് അപ് ടു ഐസോമോർഫിസം ഗ്രൂപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഗ്രൂപ്പുകളും ഇപ്പം നമുക്ക് 2 ഗ്രൂപ്പുകളായിരിക്കും നമുക്ക് ഓർഡർ 4നകത്ത് ഉണ്ടാവുക. ഗ്രൂപ്പ് ഓഫ് ഓർഡർ 4 ആണെങ്കിൽ ഒന്നെങ്കിൽ ഐസോമോർഫിക് ടു Z4 ആയിരിക്കും, അല്ലെങ്കിൽ ഐസോമോർഫിക് ടു ക്ലെയിൻ 4 ഗ്രൂപ്പ് ആയിരിക്കും. അതായത് ഒന്നെങ്കിൽ സൈക്ലിക് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, അബീലിയൻ ആയിരിക്കും. നമുക്ക് നോൺ അബീലിയൻ ആയിട്ടുള്ള ഗ്രൂപ്പ് നമുക്ക് ഓർഡർ 4ൽ ഉണ്ടാവില്ല. ഫസ്റ്റ് നോൺ അബീലിയൻ ഗ്രൂപ്പ് വരുന്നത് ഓർഡർ 6ലാണ് അല്ലെ. 1 2 3 4 5 ഈ ഓർഡറുകളിലൊക്കെ നമുക്ക് വരുന്നത് എല്ലാ ഗ്രൂപ്പുകളും അബീലിയൻ ആയിരിക്കും. അപ്പോൾ അപ് ടു ഐസോമോർഫിസം നമുക്ക് അവിടെ ഉണ്ടാകുന്ന 2 ഗ്രൂപ്പുകളും അബീലിയൻ ഗ്രൂപ്പുകളായിരിക്കും. അപ്പോൾ ഓർഡർ 4ൽ നമുക്ക് അബീലിയൻ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. ഇനി അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും പറയാം, ഗ്രൂപ്പ് എന്ന് പറയുന്നത് 4 ആണ്. 4 എന്ന് പറഞ്ഞാൽ P² ആണ്. P² ഓർഡറുള്ള ഗ്രൂപ്പുകളും എന്തായിരിക്കും, നമുക്ക് അബീലിയൻ ആയിരിക്കും നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഓപ്ഷൻ എ നമുക്ക് ട്രൂ ആണ്, അതായത് ഇവിടെ നമുക്ക് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാം. ഇനി ബിയിലേക്ക് വരുന്ന സമയത്ത് എല്ലാ ഗ്രൂപ്പുകളും ഓർഡർ 6 ഉള്ള എല്ലാ ഗ്രൂപ്പുകളും അബീലിയൻ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് പറയാൻ പറ്റില്ല. ഓർഡർ 6ൽ നമുക്കൊരു നോൺ അബീലിയൻ ഗ്രൂപ്പ് ഉണ്ട്. ഏതായിരിക്കും, S3 നമ്മൾ എടുത്താൽ മതി. S3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ അബീലിയൻ ആയിട്ടുള്ള ഗ്രൂപ്പ് ആയിരിക്കും. ഫസ്റ്റ് നോൺ അബീലിയൻ ഗ്രൂപ്പ് ഒക്കർ ചെയ്യുന്നതും ഓർഡർ 6നകത്താണ്. അപ്പം അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും എന്ന് പറയാം. മൂന്നാമത്തത് എ സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് മെ നോട്ട് ബി സൈക്ലിക് എന്നാണ് പറഞ്ഞത്. ഒരു സബ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ സൈക്ലിക് ഗ്രൂപ്പിന്റെ എല്ലാ സബ് ഗ്രൂപ്പുകളും എവ്രി സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഈസ് എഗെയിൻ സൈക്ലിക് എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഓപ്ഷൻ സിയും നമുക്ക് ഫോൾസ് ആയിരിക്കും. അപ്പോൾ ഈ തന്നിട്ടുള്ളവയിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നുണ്ടാവാം. ഇനി നമുക്ക് റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ചോദ്യമാണ്.
ലെറ്റ് ആർ ബി എ ഫൈനൈറ്റ് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി. അതായത് ആർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ഫൈനൈറ്റ് CRU ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് പി ബി ദ ഐഡിയൽ in R satisfying AB belongs to P implies A belongs to P or B belongs to P. അതായത് P എന്ന് പറയുന്ന ഐഡിയൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, AB belongs to P ആണെങ്കിൽ A belongs to P ആയിരിക്കും, അല്ലെങ്കിൽ B belongs to P ആയിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ തന്നിരിക്കുന്ന ഐഡിയൽ എന്താണ്, ഒരു പ്രൈം ഐഡിയൽ ആണ്. അപ്പം ഇവിടെ നമ്മൾ P എടുത്തു കഴിഞ്ഞാൽ P എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു പ്രൈം ഐഡിയൽ ആണ് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 3 സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഒന്ന്, P is a ഫൈനൈറ്റ് ഐഡിയൽ. നമ്മുടെ റിംഗ് എന്താണ്, ഒരു ഫൈനൈറ്റ് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണ്. അപ്പോൾ അതിന്റെ ഐഡിയലും എന്തായിരിക്കും, ഫൈനൈറ്റ് ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് എന്തായിരിക്കും, ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമുക്ക് പറയാം. ഇനി രണ്ടാമത്തത് P എന്ന് പറയുന്നത് പ്രൈം ഐഡിയൽ, കാരണം പ്രൈം ഐഡിയലിന്റെ ഡെഫിനിഷൻ ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ P എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു പ്രൈം ഐഡിയൽ ആയിരിക്കും. മൂന്നാമത്തെ എന്താണ്, P മാക്സിമൽ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് നമ്മളോട് റിംഗ് എന്ത് റിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഫൈനൈറ്റ് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണ്. ഒരു ഫൈനൈറ്റ് CRUവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മാക്സിമൽ ഐഡിയൽസും പ്രൈം ഐഡിയൽസും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് മാക്സിമൽ ഐഡിയൽസ് ഇംപ്ലൈസ് പ്രൈം ഐഡിയൽ ആണ്, പ്രൈം ഐഡിയൽ ഇംപ്ലൈസ് മാക്സിമൽ ഐഡിയൽ ആണ്. അപ്പോൾ ഒരു ഫൈനൈറ്റ് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രൈം ഐഡിയലും മാക്സിമൽ ഐഡിയലും സെയിം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. അപ്പോൾ 1ഉം 2ഉം 3ഉം നമുക്ക് 3 നമുക്ക് ട്രൂ ആണ്, 3 സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് Z10 ഡിനോട്ട് ദ റിംഗ് ഓഫ് ഇൻഡിജേഴ്സ് മോഡുലോ 10. റിംഗ് ഓഫ് ഇൻഡിജേഴ്സ് മോഡുലോ 10 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ഐഡിയൽസ് ഇൻ Z10 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Z10നകത്തുള്ള നമ്പർ ഓഫ് ഐഡിയൽസുകളാണ് നമുക്ക് നോക്കേണ്ടത്. നമ്പർ ഓഫ് ഐഡിയൽസുകൾ Z10നെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള എല്ലാ സബ് ഗ്രൂപ്പുകളും എന്തായിരിക്കും, നമുക്ക് ഐഡിയൽസുകളായിരിക്കും. അപ്പോൾ എല്ലാ സബ് ഗ്രൂപ്പുകളും എല്ലാ സബ് റിങ്ങുകളായിരിക്കും. അതൊക്കെ നമുക്ക് എന്തായിരിക്കും, നമുക്ക് ഐഡിയൽസുകളായിട്ട് നമുക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ഐഡിയൽസ് എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും, ടോ ഓഫ് 10 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവാം അല്ലേ. ടോ ഓഫ് 10 ആയിരിക്കും. ടോ ഓഫ് 10നെ നമുക്ക് എങ്ങനെ എഴുതാം, 2 × 5 ആണ്. 2 × 5 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും വരുന്നുണ്ടാവുക, 2⁻1ഉം 5⁻1ഉം ആയതുകൊണ്ട് തന്നെ 2 × 2 നമുക്ക് എന്ത് വരും, 4 എന്ന് വരുന്നുണ്ടാവും. അപ്പോൾ Z10നകത്ത് നമുക്ക് ടോട്ടൽ 4 ഐഡിയൽസുകളായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ടാവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് Z be the ring of integers. Which of the following is an integral domain? ഈ തന്നിട്ടുള്ളവയിൽ ഇന്റഗ്രൽ ഡൊമൈൻ ഏതാണ് എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്റഗ്രൽ ഡൊമൈൻ ചെക്ക് ചെയ്യാനായിട്ട് ഒന്നാമത്തത് കോഷ്യൻ റിംഗ് Z/6Z ആണ്. നമുക്ക് Z/nz നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഐസോമോർഫിക് ടു Zn ആണ് അല്ലേ. അപ്പം ഇവിടെ നമുക്ക് Z/6Z നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഐസോമോർഫിക് ടു എന്തായിരിക്കും, Z6 ആയിരിക്കും. നമുക്ക് Zn ഐഡിയൽ ഇന്റഗ്രൽ ഡൊമൈൻ ആവണമെങ്കിൽ നമുക്ക് കണ്ടീഷൻ എന്താണ്, n എന്ന് പറയുന്നത് P ആയിരിക്കണം, അല്ലെങ്കിൽ n എന്ന് പറയുന്നത് ഒരു പ്രൈം ആയിരിക്കണം. ഇവിടെ 6 എന്ന് പറയുന്നത് നോട്ട് എ പ്രൈം ആണ്. 6 പ്രൈം അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും, Z6 എന്ന് പറയുന്നത് നോട്ട് ആൻ ഇന്റഗ്രൽ ഡൊമൈൻ എന്ന് നമുക്ക് പറയാം. ഇറ്റ് ഈസ് നോട്ട് ആൻ ഇന്റഗ്രൽ ഡൊമൈൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ നമുക്ക് ഫോൾസ് ആയിരിക്കും. ഇനി ഓപ്ഷൻ ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ Z×Z ആണ്. Z×Z നമുക്ക് ഇന്റഗ്രൽ ഡൊമൈൻ ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. Z×Z നമുക്ക് ഇന്റഗ്രൽ ഡൊമൈൻ ആവണമെന്ന് നിർബന്ധമില്ല. കാരണം നമുക്ക് അവിടെ 0 ഡിവൈസസ് നമുക്ക് ഉണ്ടാവും. ഇപ്പോൾ 1 0 അതേപോലെ തന്നെ 0 1ഉം നമുക്ക് എവിടെ നിന്ന് ചൂസ് ചെയ്യാം, Z×Zൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവയുടെ പ്രൊഡക്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1 0 × 0 1 നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന എന്താണ്, 0 0 ആണ്. അതായത് രണ്ട് നോൺ സീറോ എലമെന്റുകളെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് 0 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് 0 ഡിവൈസസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് Z×Z ഒരു എന്തായി മാറില്ല, നമുക്കൊരു ഇന്റഗ്രൽ ഡൊമൈൻ ആയിട്ട് മാറില്ല. ഇനി അടുത്ത് നമുക്ക് വരുന്ന എന്താണ്, റിംഗ് ഓഫ് 2x2 ഡയഗണൽ മെട്രിക്സസ് വിത്ത് എൻട്രീസ് ഫ്രം Z. ഡയഗണൽ മെട്രിക്സുകളാണ് നമ്മൾ നോക്കുന്നത്. ഡയഗണൽ മെട്രിക്സുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം രണ്ട് ഡയഗണൽ മെട്രിക്സുകൾ നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് എന്തെടുക്കാം, 1 0 0 0 എടുക്കാം. ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. ആൻഡ് 0 0 0 1 എന്ന് പറയുന്ന ഡയഗണൽ മെട്രിക്സ് എടുക്കാം. ഈ രണ്ട് ഡയഗണൽ മെട്രിക്സുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, ഒരു 0 മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവാം
അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് ടു നോൺ സീറോസ് ഡയഗണൽ മെട്രിക്സ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു സീറോ ആയിട്ടുള്ള മെട്രിക്സ് ആണ്. അത് നമുക്ക് എന്തായിരിക്കും, ഒരു സീറോ ഡിവൈസർ ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും സീറോ ഡിവൈസേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇത് എന്തായിരിക്കില്ല, ഒരു ഇൻ്റഗ്രൽ ഡൊമെയിൻ ആയിരിക്കില്ല. സോ ഓപ്ഷൻ സിയും നമുക്ക് ഫോൾസ് ആയിരിക്കും വരുന്നുണ്ടാവാം. ഇസെഡ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഡൊമെയിൻ ആണ്. സെഡ് ഓഫ് എക്സിന് നമുക്ക് സീറോ ഡിവൈസേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ സെറ്റ് ഓഫ് ഓൾ റിംഗ് ഹോമോമോർഫിസം 5 ഫ്രം ഇസെഡ് ടു ഇസെഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇസെഡ് ടു ഇസെഡിനകത്തുള്ള സെറ്റ് ഓഫ് ഓൾ ഹോമോമോർഫിസം എന്ന് പറഞ്ഞാൽ 2 ഹോമോമോർഫിസങ്ങൾ മാത്രമാണ് ഇസെഡിൽ നിന്നും ഇസെഡിലോട്ട് ഉണ്ടാവുക. ഒന്ന് ഫൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ട്രിവിയൽ ഹോമോമോർഫിസവും, അടുത്ത് നമുക്ക് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഹോമോമോർഫിസം. ഈ 2 ഹോമോമോർഫിസങ്ങൾ മാത്രമാണ് നമുക്ക് എവിടെ നിന്ന് ഇങ്ങോട്ട് ഉണ്ടാവുക, ഇസെഡിൽ നിന്നും ഇസെഡിലോട്ട് ഉണ്ടാവുക. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫൈ എന്ന് പറയുന്നത് ഇസെഡിൽ നിന്നും ഇസെഡിലോട്ടുള്ള റിംഗ് ഹോമോമോർഫിസം ആണെങ്കിൽ 2 ഹോമോമോർഫിസങ്ങൾ മാത്രമേ നമുക്ക് ഇസെഡിൽ നിന്നും ഇസെഡിലോട്ട് ഉണ്ടാവുള്ളൂ. ഒന്ന് ട്രിവിയൽ ഹോമോമോർഫിസവും മറ്റൊന്ന് എന്താണ്, നമുക്ക് എന്തായിരിക്കും ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഹോമോമോർഫിസം. ഇത് 2 മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എക്സാക്ട്ലി 2 എലമെന്റ്സുകളായിരിക്കും ഈ ഹോമോമോർഫിസത്തിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ടാവാം. ഇനി നമുക്ക് ലീനിയർ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലീനിയർ ഓൾജിബ്രയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഒന്നാമത്തെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ലീനിയർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വി ബി എ വെക്ടർ സ്പേസ് ഓഫ് ഓൾ n/n മെട്രിക്സസ് ഓവർ എ ഫീൽഡ്. n/n മെട്രിക്സുകളാണ് വെക്ടർ സ്പേസ്. അവിടെ നമുക്ക് V1 എന്ന് പറയുന്ന ഒരു സബ് സ്പേസ് തന്നിട്ടുണ്ട്, കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓർഡർ n. V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓർഡർ n. അങ്ങനെയാണെങ്കിൽ തന്നിട്ടുള്ളവയിൽ സബ് സ്പേസ് അല്ലാത്തത് ഏതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ 2 സബ് സ്പേസുകളുണ്ട്, V1ഉം V2ഉം. അപ്പോൾ V1ഉം V2 നോക്കിക്കഴിഞ്ഞാൽ V1 പ്ലസ് V2 എന്ന് പറഞ്ഞാൽ എന്താണ്, സം ഓഫ് ദ സബ് സ്പേസ് ആണ്. അപ്പോൾ സം ഓഫ് സബ് സ്പേസ് എന്ന് പറയുന്നത് വീണ്ടും എന്തായിരിക്കും, വീണ്ടും ഒരു സബ് സ്പേസ് ആയിരിക്കും അല്ലേ. 2 സബ് സ്പേസുകൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ സമ്മ് വീണ്ടും നമുക്കൊരു സബ് സ്പേസ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് നോട്ട് എ സബ് സ്പേസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ എ നമുക്ക് ഫോൾസ് ആയിരിക്കും. അത് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, പക്ഷെ ഓപ്ഷൻ എന്താണ്, ഫോൾസ് ആണ്. നോട്ട് എ സബ് സ്പേസ് നമുക്ക് നോക്കണ്ടേ. ഇനി അടുത്തത് ഡയറക്റ്റ് സം നോക്കിക്കഴിഞ്ഞാലും ഡയറക്റ്റ് സം ഓഫ് എ സബ് സ്പേസ് എന്ന് പറയുന്നത് വീണ്ടും എന്തായിരിക്കും, സബ് സ്പേസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ സി നമുക്ക് ഒഴിവാക്കാം. ഇന്റർസെക്ഷൻ ഓഫ് 2 സബ് സ്പേസ് വീണ്ടും സബ് സ്പേസ് ആയിരിക്കും. അപ്പോൾ അതും നമുക്ക് ഒഴിവാക്കാം. യൂണിയൻ ഓഫ് എ സബ് സ്പേസ് നമുക്ക് എപ്പോഴും സബ് സ്പേസ് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ തന്നിട്ടുള്ളവയിൽ സിമെട്രിക് മെട്രിക്സും സ്ക്യൂ സിമെട്രിക് മെട്രിക്സും എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് എന്താവണം എന്നില്ല, സബ് സ്പേസ് ആവണമെന്ന് നമുക്ക് നിർബന്ധമില്ല. കാരണം ഒരു സിമെട്രിക് മെട്രിക്സും സ്ക്യൂ സിമെട്രിക് മെട്രിക്സും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സിമെട്രിക് ആണെന്നോ സ്ക്യൂ സിമെട്രിക് ആണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. ഇത് രണ്ടും അല്ലാത്തൊരു മെട്രിക്സ് നമുക്ക് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യൂണിയൻ V1 യൂണിയൻ V2 എന്ന് പറയുന്നത് നമുക്ക് മേ നോട്ട് ബി എ സബ് സ്പേസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ തന്നിട്ടുള്ളവയിൽ സബ് സ്പേസ് അല്ലാത്തത് ഓപ്ഷൻ ബി, അതായത് V1 യൂണിയൻ V2 ആണ് നമുക്ക് സബ് സ്പേസ് അല്ലാതെ നമുക്ക് മാറി നിൽക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5 വെക്ടേഴ്സുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ 5 വെക്ടേഴ്സുകളിൽ നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് എമംഗ് ദം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനകത്തുള്ള ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സുകൾ നമുക്ക് മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സുകളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 6 1 0 0 ഉണ്ട്. അതിലേക്ക് നമ്മൾ 6 0 2 4 നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വരുന്നത് എന്തായിരിക്കും, 12 1 2 4 ആയിരിക്കും അല്ലേ. 6 1 0 0 6 0 2 4 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 12 1 2 4 ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പം ഇതിനെ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, ഇനി ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് നോക്കാനായിട്ട് എന്ത് ചെയ്യാം, ബാക്കി 4 എണ്ണം നമുക്ക് എടുത്തിട്ട് അതിനെ നമുക്ക് മെട്രിക്സ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 4 വെക്ടേഴ്സുകളെ നമ്മൾ മെട്രിക്സ് ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ മെട്രിക്സ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റാങ്ക് കണ്ടുപിടിക്കാം. അപ്പോൾ റാങ്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് R2ൽ നമുക്ക് R2 - 2 R1ഉം പിന്നെ നമുക്ക് R3ക്കകത്ത് R3 - 2 R1 ചെയ്യാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, R4നകത്ത് R4 - 3 R1 നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് 3 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് റോയിൽ നമുക്ക് മാറ്റം ഉണ്ടാവില്ല. സെക്കൻഡ് റോയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് വരുന്നുണ്ടാവും, 0. ഇവിടെ നമ്മളിത് ചെയ്യുന്നതിന് മുമ്പായിട്ട് 3012ഉം 6024 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് പരസ്പരം എന്തായിരിക്കും,
ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും നമുക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കാം. അപ്പോൾ ബാക്കിയുള്ള 3 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 6100 6024 ആൻഡ് 9012 നമുക്കിവിടെ ഉണ്ട്. ഇതിനെ നമ്മളിനി എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഇവരെ പരസ്പരം ഡിപ്പെൻഡൻസി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 3 എലമെൻസുകൾ നമുക്ക് പരസ്പരം എന്താണെന്ന് പറയാം, നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 3 ഉണ്ട്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The rank of the linear map T from V3 to V4 defined by T of x1, x2, x3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 minus x2, x2 plus x3, x3, x1 plus x2 plus x3 ആണ്. അപ്പോൾ ഇവിടെ റാങ്ക് നമുക്ക് കാണാനായിട്ട് ഇവനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മെട്രിക്സ് രൂപത്തിൽ നമുക്ക് എഴുതാം. അപ്പോൾ മെട്രിക്സ് രൂപത്തിൽ നമുക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്തായിരിക്കും, 1 minus 1 0, പിന്നെ നമുക്ക് എന്തായിരിക്കും വരുന്നുണ്ടാവുക, 0 1 1 0 0 0 ആൻഡ് 1 1 1 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മെട്രിക്സിന്റെ റാങ്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരു 4/3 മെട്രിക്സ് ആണ്. റാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും, നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആയിരിക്കും. അപ്പോൾ 3ൽ നമ്മൾ നോക്കുമ്പോൾ ഈ 3 കോളങ്ങൾ നമുക്ക് എങ്ങനെ മാറ്റിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. നമുക്ക് ഈ 3 കോളങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ 3 കോളങ്ങളും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 3 കോളങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും, 3 ആയിരിക്കും. ഈ ഒരു മെട്രിക്സിൻ്റെ റാങ്ക് നമുക്ക് 3 ആയിരിക്കും വരുന്നുണ്ടാവുക. സോ റാങ്ക് ഓഫ് ടി ഈക്വൽ ടു 3 ആയതുകൊണ്ട് തന്നെ ഈ ഒരു മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ റാങ്ക് നമുക്ക് എന്തായിരിക്കും, 3 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. സോ ഇവിടെ നമുക്ക് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് ദ ഈഗൻ വാല്യൂ ലാംഡ ഈക്വൽ ടു 1 ഫോർ ദ മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സ് ആണ് തന്നിട്ടുള്ളത്. ഐഡന്റിറ്റി മെട്രിക്സിന്റെ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഈഗൻ വാല്യൂസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ 1 ഈക്വൽ ടു 1 ലാംഡ 2 ഈക്വൽ ടു 1 ഡയഗണൽ മെട്രിക്സുകൾ ആയതുകൊണ്ട് തന്നെ ഡയഗണൽ എൻട്രീസുകൾ എന്തായിരിക്കും, ഈഗൻ വാല്യൂസ് ആയിരിക്കും. അപ്പോൾ 1 1 നമുക്ക് ഈഗൻ വാല്യൂ ആയിട്ട് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 2 ആണ്. ഇനി ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാംഡയുടെ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് എന്താണ്, നള്ളിറ്റി ഓഫ് എ മൈനസ് ലാംഡ ഇ ആണ് നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും, നള്ളിറ്റി ഓഫ് എ മൈനസ് ഐ ആയിരിക്കും വരുന്നുണ്ടാവുക. എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്, ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അതിൽ നിന്നും നമ്മൾ എ മൈനസ് ഐ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്തായിരിക്കും, 0 0 0 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എ മൈനസ് ഐ എന്ന് പറയുന്നത് നമുക്ക് 0 0 0 0 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും, നള്ളിറ്റി ഓഫ് എ മൈനസ് ഐ എന്ന് പറഞ്ഞാൽ അവിടുത്തെ 0 റോസുകളുടെ എണ്ണം 2 ആണ്. സോ നള്ളിറ്റി നമുക്ക് 2 എന്ന് കിട്ടുന്നുണ്ടാവും. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവാം. ഇനി അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് എങ്ങനെയും പറയാം, ഇത് തന്നിരിക്കുന്ന ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഐഡന്റിറ്റി മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. അവിടെ എ എമ്മും ജി എമ്മും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. എ എം നമുക്ക് 2 ആണെന്ന് അറിയാം. എ എം ഈക്വൽ ടു 2 ആണ്. ഡയഗണലൈസബിൾ ആയതുകൊണ്ട് തന്നെ ജി എമ്മും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ അതിങ്ങനെയും നമുക്ക് എന്ത് പറയാം, ഇവിടുത്തെ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 2 ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പം നമ്മുടെ ഒരു HST ടെസ്റ്റ് സീരീസിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് 2 ബാച്ചുകളാണ് മാക്സിമം പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് എക്സ്ട്രാ മൈൽ ബാച്ചും മറ്റൊന്ന് സ്പ്രിന്റ് ബാച്ചും. എക്സ്ട്രാ മൈൽ ബാച്ചിനകത്ത് നമുക്ക് 30 ദിവസത്തെ എക്സാമിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സൊല്യൂഷൻസും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫുൾ ടൈം അവൈലബിൾ ആയിട്ടുള്ള ഒരു മെൻറ്ററും നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ സ്പ്രിന്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മെൻറ്ററോ ആവശ്യമില്ല, അതേപോലെ തന്നെ വീഡിയോസിൻ്റെ സൊല്യൂഷനും ആവശ്യമില്ല എന്നാണെങ്കിൽ നമുക്ക് എക്സാമുകളും ആൻസർ കീകളും മാത്രം മോക്ക് ടെസ്റ്റ് അടക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് എന്ത് വരുന്നുണ്ട്, നമുക്ക് സ്പ്രിന്റ് ബാച്ചും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ബാച്ചിലേക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ തന്നിട്ടുള്ള നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്തും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയുമാണ് നമുക്ക് ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് HSSTയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രൂപ്പ് തിയറി, റിംഗ് തിയറി ആൻഡ് ലീനിയർ ഓൾജിബ്രയിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. താങ്ക്